ആയിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത്. അടിയേറ്റാലും വെടിയേറ്റാലും മരിക്കേണ്ടി വന്നാലും അതിനെല്ലാം കൂസാതെ മുന്നോട്ട് പോയിട്ടുള്ള യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFIയും DYFIയും എന്ന് ഒന്നുകൂടി ഇവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. തുടർന്ന് ഈ പ്രതിഷേധ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് ഈ കേരള സർവകലാശാലയ്ക്കകത്ത് ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾക്ക് ജില്ലാ ട്രഷറർ സഖാവ് ശ്യാമ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സഖാക്കൾ, പ്രിയപ്പെട്ടവരെ, DYFI ഈ വിഷയം ഏറ്റെടുക്കാൻ പോരാട്ടത്തെക്കുറിച്ച് സഖാവ് VK സനോജ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. നിയമം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള, യൂണിവേഴ്സിറ്റിയുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹത്തായ പോരാട്ടത്തെ പിന്തുണച്ചുകൊണ്ടാണ് DYFIയുടെ ഉശിരന്മാരായ സഖാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്മടക്കമില്ലാത്ത പോരാട്ടം സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു നിലപാട് സ്വീകരിച്ചാൽ ജീവൻ പോയാലും ആ പോരാട്ടത്തിൽ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രതിഷേധ മാർച്ചിൽ SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റും DYFI സംസ്ഥാന കമ്മിറ്റി അംഗമായ DYFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാക്കൾ AM അൻസാരി, ജില്ലാ സെക്രട്ടറി SS ദിവിൻ, DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം ജില്ലാ കമ്മിറ്റികളടക്കം ഈ പ്രതിഷേധ മാർച്ചിൽ ഇന്ന് നമ്മൾ ഇത്തരത്തിലാണ് പ്രതിഷേധ മാർച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സമരങ്ങളെക്കുറിച്ച് ഈ കേരളത്തിലെ സർവകലാശാലകൾ നടത്തുന്ന ലാഭവൽക്കരണമെന്ന അകങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഗവർണർക്കും DC-മാർക്കെതിരായ സമരം അതിശക്തിയായി തുടരുമെന്ന് സൂചിപ്പിച്ച ഈ സമരത്തിന് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കാൻ DYFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം ജില്ലാ ട്രഷററുമായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുവരെ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇങ്ങനെയുള്ള മണിക്കൂറുകൾ
പിന്നല്ലാതെ അങ്ങനത്തെ പോയി ഇറങ്ങാൻ പറ്റുന്നു കൊടുക്കല്ല ദേശാഭിമാനിക്കാർക്ക് പോലും കാണാൻ കിട്ടിയില്ല. പറഞ്ഞതിന് മുമ്പ് വിളിച്ചെങ്കിലും പറയണ്ടേ പറഞ്ഞു. ഇതാണോ ഇറങ്ങാൻ ഞാൻ വർക്കിൽ നിൽക്കുക.
ഇവിടേക്ക് വന്നു. ഇന്നിപ്പോൾ 3 യുവജന വിദ്യാർത്ഥി സംഘ വിഭാഗത്തു നിന്നുള്ള നിയമവിരുദ്ധ നടപടികളുമായിട്ട് ഇനിയും നിങ്ങൾ മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് പിരിഞ്ഞു പോവില്ല. ചില ആളുകൾ ധരിക്കുന്നത് ഈ ബാരിക്കേഡും ഈ ജലപീരങ്കിയും കുറച്ച് പോലീസ് ഏമാന്മാരെല്ലാം കണ്ടിട്ട് ഭയന്നിട്ട് ഞങ്ങളുടെ വിരുന്നു പോയി എന്നാണ്. അങ്ങനെയല്ല, ഇതിനേക്കാൾ വലിയ പോരാട്ടം നിങ്ങൾ വെടിവെച്ചപ്പോ ഞങ്ങൾ ധീരമായി ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചിട്ട് എത്തേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്നിവിടെ ഇരിക്കാനേ തീരുമാനിച്ചിട്ടുള്ളൂ. ഈ സമരം ഒരു താക്കീതാണ്. ഈ താക്കീത് കണ്ട് ഈ മോഹനൻ കുന്നുമലും തോമസും ഈ ഗവർണറെല്ലാം പാഠം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വൈസ് ചാൻസലറുടെ ചേംബറിൽ ഇതുപോലെ ഇരിക്കും. വെടിവെച്ചാലും നിങ്ങൾ മർദ്ദിച്ചാലും ഞങ്ങൾ ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെ ആ സമരത്തിലുണ്ടാവും എന്നാണ് ആമുഖമായി പറയാനുള്ളത്. ഇവിടെ എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ സർവകലാശാലക്ക് ഒരു ആക്ട് ഉണ്ട്, ഈ സർവകലാശാലക്ക് ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്. ഇത് നിയമപരമായി മുന്നോട്ട് പോകുന്ന നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനവും രാജ്യവുമാണ്. ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, ഈ രാജ്യത്ത് കോടതികളുണ്ട്, സംസ്ഥാന ഗവൺമെന്റുകളുണ്ട്, ക്യാബിനറ്റ് ഉണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ചില തീരുമാനങ്ങൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ താൽക്കാലിക ചുമതല കൊടുത്ത ഏറ്റിട്ടുള്ള ഒരു VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയാണ്. എന്തിനാ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്? ഈ സർവകലാശാലയുടെ ആസ്ഥാനത്ത് RSSന്റെ ശാഖയിൽ ഉപയോഗിക്കുന്ന ചില പ്രത്യേക മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ചടങ്ങ് വെക്കുന്നു. സർവകലാശാലയുടെ നിയമത്തിൽ പറയുന്നുണ്ട്, മതനിരപേക്ഷതയ്ക്ക് പരിക്കേൽക്കുന്ന ഒരു പ്രവർത്തനത്തിനെയും കേന്ദ്രം ഈ സർവകലാശാല ആവാൻ പാടില്ല, അതിന് കൂട്ടുനിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട രജിസ്ട്രാർ
അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിച്ചു. ആ ഡ്യൂട്ടി നിർവഹണത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, RSSന്റെ ശാഖയിൽ RSSന്റെ കൊടിയേന്തിയ സ്ത്രീയുടെ രൂപം വെച്ചിട്ട് ഈ സർവകലാശാലയിൽ നിങ്ങൾ പരിപാടി നടത്താൻ പാടില്ല. അത് പറഞ്ഞത് തെറ്റാണോ? അത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശം ഈ VC-ക്കുണ്ടോ? VC-ക്ക് അങ്ങനെ ഒരു അവകാശമില്ല, അധികാരമില്ല. രണ്ട് സിൻഡിക്കേറ്റിനിടയിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ അവകാശമുണ്ട്. പക്ഷേ രണ്ടാമത്തെ സിൻഡിക്കേറ്റ് വരുമ്പോഴേക്ക് ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കാനുള്ള അധികാരം മാത്രമേ VC-ക്കുള്ളൂ. ആ സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് വീണ്ടും സസ്പെൻഷനും വീണ്ടും ചില നടപടികളുമായിട്ട് ഇതിനകത്ത് ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരായി കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിശക്തമായ സമരം കഴിഞ്ഞ ദിവസം നടത്തി. ആ സമരം നടത്തിയപ്പോ RSSനേക്കാൾ പൊള്ളിയത് സാക്ഷാൽ VD സതീശനാണ്. എന്തേ സതീശ നിങ്ങൾക്ക് ഇത്ര പൊള്ളുന്നത്? RSSന്റെ ആജ്ഞാനുവർത്തിയായ RSSന്റെ അടിമയായ ഒരു വൈസ് ചാൻസലർ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ വിദ്യാർത്ഥികളുടെ സ്വാഭാവികമായ പ്രതികരണം, ആ പ്രതികരണത്തെ ഗുണ്ടായിസം എന്ന് വിശേഷിപ്പിക്കുന്നു. നീ RSSന്റെ ശാഖയിൽ പോയിട്ട് അഭ്യാസം കളിച്ചവനാണ്. നീ RSSന്റെ പ്രാർത്ഥികാചാര്യൻ ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ ഓച്ചാനിച്ചെന്ന് വിളക്ക് കൊളുത്തിയവരാണ്. നിന്റെ നേതാവ് K. സുധാകരൻ എന്താ ചെയ്തത്? RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന സുധാകരൻ RSSുമായി ബായി ബന്ധമാണ്. ഇന്നലെ RSSന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് വേണ്ടി പ്രസ്താവന പുറപ്പെടുവിച്ചത് VD സതീശനാണ്. VD സതീശൻ ഇപ്പൊ എന്തൊക്കെയാ ചുമതല? കേരളത്തിലെ BJP പ്രസിഡന്റിന്റെ അധിക ചുമതല കൂടി നിർവഹിക്കുന്ന രൂപത്തിലേക്ക് RSSന്റെ ഏജന്റായിട്ട് VD സതീശൻ പ്രവർത്തിക്കുന്നു. അന്തസ്സുള്ള KSUക്കാരുണ്ടെങ്കിൽ, ആത്മാഭിമാനബോധമുള്ള യൂത്ത് കോൺഗ്രസുകാരുണ്ടെങ്കിൽ, അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് എന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രശ്നമില്ല. VD സതീശനും RSSും ഈ ആർലേക്കറും എല്ലാം കൂടിയിട്ട് മുന്നണി ഉണ്ടാക്കി കഴിഞ്ഞാലും SFI സമരം അതിനകത്ത് സംഘടിപ്പിക്കും. SFI നടത്തുന്ന സമരത്തിന് എല്ലാ പിന്തുണയുമായിട്ട് DYFI തെരുവിലുണ്ടാവും. ഇയാൾ ധരിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ തന്നെ താമസിക്കാമെന്നാണ്. ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആർലേക്കറോട് ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ കുന്നുമ്മലോട് ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഈ സർവകലാശാല ആസ്ഥാനത്ത് എപ്പോ പ്രവേശിക്കണ്ട, നിങ്ങളുടെ ചേംബറിൽ നിങ്ങൾ ഇരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന വിധത്തിലേക്ക് DYFI നാളെ മുതൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം പേരുകേട്ട പുകൾപെറ്റ നിലയിലേക്ക് മുന്നോട്ട് കുതിക്കുന്നു. ഈജിപ്തിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു. യൂറോപ്പിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ ഇങ്ങോട്ട് വരുന്നു. UK-യിൽ നിന്ന്, ചൈനയിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികളാണ് കേരളത്തിലെ വിവിധ സർവകലാശാല ആസ്ഥാനങ്ങളിൽ പഠിക്കാൻ വേണ്ടി ഈ വർഷം മാത്രം അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ആ മെച്ചപ്പെട്ട് മുന്നോട്ട് കുതിക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കാൻ, സർവകലാശാലകളിൽ ഭരണസ്തംഭനമുണ്ടാക്കാനാണ് നിങ്ങൾ ഭാവമെങ്കിൽ അതിനെയെല്ലാം മറികടക്കുന്ന ഐതിഹാസികമായ പോരാട്ടത്തിന്റെ നാളുകളായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത്. അടിയേറ്റാലും വെടിയേറ്റാലും മരിക്കേണ്ടി വന്നാലും അതിനെയെല്ലാം കൂസാതെ മുന്നോട്ട് പോയിട്ടുള്ള യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFIയും DYFIയും എന്ന് ഒന്നുകൂടി ഇവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. തുടർന്ന് ഈ പ്രതിഷേധ മാർച്ചിന് അഭിവാദ്യം ചെയ്ത് ഈ കേരള സർവകലാശാലയ്ക്കകത്ത് ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾക്ക് ജില്ലാ ട്രഷറർ സഖാവ് ശ്യാമ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സഖാക്കൾ, പ്രിയപ്പെട്ടവരെ, DYFI ഈ വിഷയം ഏറ്റെടുക്കാൻ പോരാട്ടത്തെക്കുറിച്ച് സഖാവ് VK സനോജ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. നിയമം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള
യൂണിവേഴ്സിറ്റിയുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹത്തായ പോരാട്ടത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ ഉശിരന്മാരായ സഖാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്മടക്കമില്ലാത്ത പോരാട്ടം സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു നിലപാട് സ്വീകരിച്ചാൽ ജീവൻ പോയാലും ആ പോരാട്ടത്തിൽ നിന്ന് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രതിഷേധ മാർച്ചിൽ എസ്.എഫ്.ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റും ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുമായ ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാക്കൾ എ.എം. അൻസാരി, എൽ.എസ്. ഡിവൈഎഫ്ഐയുടെ എല്ലാ വൈസ് പ്രസിഡന്റുമാരായ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം ജില്ലാ കമ്മിറ്റികളടക്കം ഈ പ്രതിഷേധ മാർച്ചിൽ ഇന്ന് നമ്മൾ ഇത്തരത്തിലാണ് ഒരു പ്രതിഷേധ മാർച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സമരങ്ങളെക്കുറിച്ച് ഈ കേരളത്തിലെ സർവകലാശാലകൾ നടത്തുന്ന ലാഭവൽക്കരണമെന്ന അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഗവർണർക്കും DC-മാർക്കുമെതിരായ സമരം അതിശക്തിയായി തുടരുമെന്ന് സൂചിപ്പിച്ച ഈ സമരത്തിന് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കാൻ ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയായിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുവരെ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇങ്ങനെയുള്ള
പോലും ഞാനും കിട്ടിയില്ല. പറഞ്ഞതിന് മുമ്പ് വിളിച്ചെങ്കിലും പറയണ്ടേ പറഞ്ഞു. ഇതാണോ ഞാൻ വർക്കിൽ നിൽക്കുക. ഇന്നിപ്പോൾ 3 യുവജന വിദ്യാർത്ഥി സംഘ ഭാഗത്തു നിന്നുള്ള
ഈ രാജ്യത്താകെ ഇളക്കിമറിക്കാൻ ആവശ്യമായ വലിയ പരിശ്രമങ്ങൾ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരുങ്ങാത്ത ഒരു നാടിന്റെ പേര് കേരളം. ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ നടപടികളുമായിട്ട് ഇനിയും നിങ്ങൾ മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് പിരിഞ്ഞു പോവില്ല. ചില ആളുകൾ ധരിക്കുന്നത് ഈ ബാരിക്കേഡും ഈ ജലവീരങ്കിയും കുറച്ച് പോലീസ് ഏമാന്മാരെല്ലാം കണ്ടിട്ട് ഭയന്നിട്ട് ഞങ്ങളുടെ വിരുന്നു പോയി എന്നാണ്. അങ്ങനെയല്ല, ഇതിനേക്കാൾ വലിയ പോരാട്ടം നിങ്ങൾ വെടിവെച്ചപ്പോ ഞങ്ങൾ ധീരമായി ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചിട്ട് എത്തേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കാനേ തീരുമാനിച്ചിട്ടുള്ളൂ. ഈ സമരം ഒരു താക്കീതാണ്. ഈ താക്കീത് കണ്ട് ഈ മോഹനൻ കുന്നുമലും തോമസും ഈ ഗവർണറെല്ലാം പാഠം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വൈസ് ചാൻസലറുടെ ചേംബറിൽ ഇതുപോലെ ഇരിക്കും. വെടിവെച്ചാലും നിങ്ങൾ മർദ്ദിച്ചാലും ഞങ്ങൾ ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെ ആ സമരത്തിലുണ്ടാവും എന്നാണ് ആമുഖമായി പറയാനുള്ളത്. ഇവിടെ എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ സർവകലാശാലക്ക് ഒരു ആക്ട് ഉണ്ട്. ഈ സർവകലാശാലക്ക് ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്. ഇത് നിയമപരമായി മുന്നോട്ട് പോകുന്ന നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനവും രാജ്യവുമാണ്. ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്. ഈ രാജ്യത്ത് കോടതികളുണ്ട്, സംസ്ഥാന ഗവൺമെന്റുകളുണ്ട്, ക്യാബിനറ്റ് ഉണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ചില തീരുമാനങ്ങൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ താൽക്കാലിക ചുമതല കൊടുത്ത ഏറ്റിട്ടുള്ള ഒരു VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയാണ്. എന്തിനാ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്? ഈ സർവകലാശാലയുടെ ആസ്ഥാനത്ത് RSSന്റെ ശാഖയിൽ ഉപയോഗിക്കുന്ന ചില പ്രത്യേക മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ചടങ്ങ് വെക്കുന്നു. സർവകലാശാലയുടെ നിയമത്തിൽ പറയുന്നുണ്ട്, മതനിരപേക്ഷതയ്ക്ക് പരിക്കേൽക്കുന്ന ഒരു പ്രവർത്തനത്തിനെയും കേന്ദ്രം ഈ സർവകലാശാല ആവാൻ പാടില്ല, അതിന് കൂട്ടുനിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട രജിസ്ട്രാർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിച്ചു. ആ ഡ്യൂട്ടി നിർവഹണത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, RSSന്റെ ശാഖയിൽ RSSന്റെ കൊടിയേന്തിയ സ്ത്രീയുടെ രൂപം വെച്ചിട്ട് ഈ സർവകലാശാലയിൽ നിങ്ങൾ പരിപാടി നടത്താൻ പാടില്ല. അത് പറഞ്ഞത് തെറ്റാണോ? അത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശം ഈ VCക്കുണ്ടോ? VCക്ക് അങ്ങനെ ഒരു അവകാശമില്ല, അധികാരമില്ല. രണ്ട് സിൻഡിക്കേറ്റിനിടയിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ രണ്ടാമത്തെ സിൻഡിക്കേറ്റ് വരുമ്പോഴേക്ക് ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കാനുള്ള അധികാരം മാത്രമേ VCക്കുള്ളൂ. ആ സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് വീണ്ടും സസ്പെൻഷനും വീണ്ടും ചില നടപടികളുമായിട്ട് ഇതിനകത്ത് ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരായി കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിശക്തമായ സമരം കഴിഞ്ഞ ദിവസം നടത്തി. ആ സമരം നടത്തിയപ്പോ RSSനേക്കാൾ പൊള്ളിയത് സാക്ഷാൽ VD സതീശനാണ്. എന്തേ സതീശ നിങ്ങൾക്ക് ഇത്ര പൊള്ളുന്നത്? RSSന്റെ ആജ്ഞാനുവർത്തിയായ RSSന്റെ അടിമയായ ഒരു വൈസ് ചാൻസലർ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ വിദ്യാർത്ഥികളുടെ സ്വാഭാവികമായ പ്രതികരണം, ആ പ്രതികരണത്തെ ഗുണ്ടായിസം എന്ന് വിശേഷിപ്പിക്കുന്നു. നീ RSSന്റെ ശാഖയിൽ പോയിട്ട് അഭ്യാസം കളിച്ചവനാണ്. നീ RSSന്റെ താത്വികാചാര്യൻ ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ ഓച്ചാനിച്ചെന്ന് വിളക്ക് കൊളുത്തിയവരാണ്. നിന്റെ നേതാവ് K. സുധാകരൻ എന്താ ചെയ്തത്? RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന സുധാകരൻ RSSുമായി ബായി ബന്ധമാണ്. ഇന്നലെ RSSന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് വേണ്ടി പ്രസ്താവന പുറപ്പെടുവിച്ചത് VD സതീശനാണ്. VD സതീശൻ ഇപ്പൊ എന്തൊക്കെയാ ചുമതല? കേരളത്തിലെ BJP പ്രസിഡന്റിന്റെ അധിക ചുമതല കൂടി നിർവഹിക്കുന്ന രൂപത്തിലേക്ക് RSSന്റെ ഏജന്റായിട്ട് VD സതീശൻ പ്രവർത്തിക്കുന്നു. അന്തസ്സുള്ള KSUക്കാരുണ്ടെങ്കിൽ, ആത്മാഭിമാനബോധമുള്ള യൂത്ത് കോൺഗ്രസുകാരുണ്ടെങ്കിൽ, അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് എന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രശ്നമില്ല. VD സതീശനും
RSSും ഈ ആർലേക്കറും എല്ലാം കൂടിയിട്ട് കൂറു മുന്നണി ഉണ്ടാക്കി കഴിഞ്ഞാലും SFI സമരം അതിനകത്ത് സംഘടിപ്പിക്കും. SFI നടത്തുന്ന സമരത്തിന് എല്ലാ പിന്തുണയുമായിട്ട് DYFI തെരുവിലുണ്ടാവും. ഇയാൾ ധരിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ തന്നെ താമസിക്കാമെന്നാണ്. ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആർലേക്കറോട് ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ കുന്നുമ്മലോട് ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഈ സർവകലാശാല ആസ്ഥാനത്ത് എപ്പോ പ്രവേശിക്കണം, എപ്പോ പ്രവേശിക്കണ്ട, നിങ്ങളുടെ ചേംബറിൽ നിങ്ങൾ ഇരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന വിധത്തിലേക്ക് DYFI നാളെ മുതൽ സമരം കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം പേരുകേട്ട പുകൾപെറ്റ നിലയിലേക്ക് മുന്നോട്ട് കുതിക്കുന്നു. ഈജിപ്തിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു. യൂറോപ്പിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ ഇങ്ങോട്ട് വരുന്നു. UK നിന്ന്, ചൈനയിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികളാണ് കേരളത്തിലെ വിവിധ സർവകലാശാല ആസ്ഥാനങ്ങളിൽ പഠിക്കാൻ വേണ്ടി ഈ വർഷം മാത്രം അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ആ മെച്ചപ്പെട്ട് മുന്നോട്ട് കുതിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം തകർക്കാൻ സർവകലാശാലകളിൽ ഭരണസ്തംഭനമുണ്ടാക്കാനാണ് നിങ്ങൾ ഭാവമെങ്കിൽ അതിനെയെല്ലാം മറികടക്കുന്ന ഐതിഹാസികമായ പോരാട്ടത്തിന്റെ നാളുകളായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത്. അടിയേറ്റാലും വെടിയേറ്റാലും മരിക്കേണ്ടി വന്നാലും അതിനെയെല്ലാം കൂസാതെ മുന്നോട്ട് പോയിട്ടുള്ള യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFIയും DYFIയും എന്ന് ഒന്നുകൂടി ഇവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. തുടർന്ന് ഈ പ്രതിഷേധ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് ഈ കേരള സർവകലാശാലയ്ക്കകത്ത് ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾക്ക് ജില്ലാ ട്രഷറർ സഖാവ് ശ്യാമ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സഖാക്കൾ, പ്രിയപ്പെട്ടവരെ, DYFI ഈ വിഷയം ഏറ്റെടുക്കാൻ പോരാട്ടത്തെക്കുറിച്ച് സഖാവ് VK സനോജ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. നിയമം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള, യൂണിവേഴ്സിറ്റിയുടെ അന്തസ്സ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹത്തായ പോരാട്ടത്തെ പിന്തുണച്ചുകൊണ്ടാണ് DYFIയുടെ മുഷിരന്മാരായ സഖാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്മടക്കമില്ലാത്ത പോരാട്ടം സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു നിലപാട് സ്വീകരിച്ചാൽ ജീവൻ പോയാലും ആ പോരാട്ടത്തിൽ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രതിഷേധ മാർച്ചിൽ SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റും DYFI സംസ്ഥാന കമ്മിറ്റി അംഗമായ PA വിജയിച്ച് DYFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാക്കൾ A ബൻസാരി, ജില്ലാ സെക്രട്ടറി SS വിപിൻ, DYFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം ജില്ലാ കമ്മിറ്റികളടക്കമായി പ്രതിഷേധ മാർച്ചിൽ ഇന്ന് നമ്മൾ ഇത്തരത്തിലാണ് പ്രതിഷേധ മാർച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സമരങ്ങളെക്കുറിച്ച് ഈ കേരളത്തിലെ സർവകലാശാലകൾ തകർക്കുന്ന ലാഭവൽക്കരണമെന്ന അകങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഗവർണർക്കും DC-മാർക്കുമെതിരായ സമരം അതിശക്തിയായി തുടരുമെന്ന് സൂചിപ്പിച്ച ഈ സമരത്തിന് നന്ദി രേഖപ്പെടുത്തി സംസാരിക്കാൻ DYFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം ജില്ലാ ട്രഷറിയായിട്ടുള്ള
ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉദ്ഘാടനം ചെയ്ത് മാത്രം സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം വൈസ് ചാൻസലറായിട്ടുള്ള നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുവരെ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താതിരിക്കുന്നത്. പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിലും അതിനോട് എത്തുമോ കഴിഞ്ഞൂടാ പിന്നല്ല പിന്നെ അങ്ങോട്ട് പോയി ഇറങ്ങാൻ പറ്റുന്നു കൊടുത്തോളാം. ദേശാഭിമാനിക്കാർക്ക് പോലും ഞാൻ കിട്ടിയില്ല. പറഞ്ഞതിന് മുമ്പ് വിളിച്ചെങ്കിലും പറയണ്ടേ പറഞ്ഞു. ഇതാണോ ഞാൻ വർക്കിൽ നിൽക്കുക. Yeah.
ഭാഗത്ത് വന്നു. ഇന്നിപ്പോൾ 3 യുവജന വിദ്യാർത്ഥി സംഘ ഭാഗത്തു നിന്നുള്ള നിയമവിരുദ്ധ നടപടികളുമായിട്ട് ഇനിയും നിങ്ങൾ മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് പിരിഞ്ഞു പോവില്ല. ചില ആളുകൾ ധരിക്കുന്നത് ഈ ബാരിക്കേഡും ഈ ജലപീരങ്കിയും കുറച്ച് പോലീസ് ഏമാന്മാരെല്ലാം കണ്ടിട്ട് ഭയന്നിട്ട് ഞങ്ങളുടെ വിരുന്നു പോയി എന്നാണ്. അങ്ങനെയല്ല, ഇതിനേക്കാൾ വലിയ പോരാട്ടം നിങ്ങൾ വെടിവെച്ചപ്പോ ഞങ്ങൾ ധീരമായി ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചിട്ട് എത്തേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കാനേ തീരുമാനിച്ചിട്ടുള്ളൂ. ഈ സമരം ഒരു താക്കീതാണ്. ഈ താക്കീത് കണ്ട് ഈ മോഹനൻ കുന്നുമലും തോമസും ഈ ഗവർണറെല്ലാം പാഠം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വൈസ് ചാൻസലറുടെ ചേംബറിൽ ഇതുപോലെ ഇരിക്കും. വെടിവെച്ചാലും നിങ്ങൾ മർദ്ദിച്ചാലും ഞങ്ങൾ ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെ ആ സമരത്തിലുണ്ടാവും എന്നാണ് ആമുഖമായി പറയാനുള്ളത്. ഇവിടെ എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ സർവകലാശാലക്ക് ഒരു ആക്ട് ഉണ്ട്, ഈ സർവകലാശാലക്ക് ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്. ഇത് നിയമപരമായി മുന്നോട്ട് പോകുന്ന നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനവും രാജ്യവുമാണ്. ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, ഈ രാജ്യത്ത് കോടതികളുണ്ട്, സംസ്ഥാന ഗവൺമെന്റുകളുണ്ട്, ക്യാബിനറ്റ് ഉണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ചില തീരുമാനങ്ങൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ താൽക്കാലിക ചുമതല കൊടുത്ത ഏറ്റിട്ടുള്ള ഒരു VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയാണ്. എന്തിനാ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്? ഈ സർവകലാശാലയുടെ ആസ്ഥാനത്ത് RSSന്റെ ശാഖയിൽ ഉപയോഗിക്കുന്ന ചില പ്രത്യേക മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ചടങ്ങ് വെക്കുന്നു. സർവകലാശാലയുടെ നിയമത്തിൽ പറയുന്നുണ്ട്, മതനിരപേക്ഷതയ്ക്ക് പരിക്കേൽക്കുന്ന ഒരു പ്രവർത്തനത്തിനെയും കേന്ദ്രം ഈ സർവകലാശാല ആവാൻ പാടില്ല, അതിന് കൂട്ടുനിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട രജിസ്ട്രാർ
അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിച്ചു. ആ ഡ്യൂട്ടി നിർവഹണത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു, RSSന്റെ ശാഖയിൽ RSSന്റെ കൊടിയേന്തിയ സ്ത്രീയുടെ രൂപം വെച്ചിട്ട് ഈ സർവകലാശാലയിൽ നിങ്ങൾ പരിപാടി നടത്താൻ പാടില്ല. അത് പറഞ്ഞത് തെറ്റാണോ? അത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശം ഈ VC-ക്കുണ്ടോ? VC-ക്ക് അങ്ങനെ ഒരു അവകാശമില്ല, അധികാരമില്ല. രണ്ട് സിൻഡിക്കേറ്റിനിടയിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ രണ്ടാമത്തെ സിൻഡിക്കേറ്റ് വരുമ്പോഴേക്ക് ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്താണോ തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കാനുള്ള അധികാരം മാത്രമേ VC-ക്കുള്ളൂ. ആ സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് വീണ്ടും സസ്പെൻഷനും വീണ്ടും ചില നടപടികളുമായിട്ട് ഇതിനകത്ത് ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരായി കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിശക്തമായ സമരം കഴിഞ്ഞ ദിവസം നടത്തി. ആ സമരം നടത്തിയപ്പോ RSSനേക്കാൾ പൊള്ളിയത് സാക്ഷാൽ VD സതീശനാണ്. എന്തേ സതീശ നിങ്ങൾക്ക് ഇത്ര പൊള്ളുന്നത്? RSSന്റെ ആജ്ഞാനുവർത്തിയായ RSSന്റെ അടിമയായ ഒരു വൈസ് ചാൻസലർ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ വിദ്യാർത്ഥികളുടെ സ്വാഭാവികമായ പ്രതികരണം, ആ പ്രതികരണത്തെ ഗുണ്ടായിസം എന്ന് വിശേഷിപ്പിക്കുന്നു. നീ RSSന്റെ ശാഖയിൽ പോയിട്ട് അഭ്യാസം കളിച്ചവനാണ്. നീ RSSന്റെ താത്വികാചാര്യൻ ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ ഓച്ചാനിച്ചെന്ന് വിളക്ക് കൊളുത്തിയവരാണ്. നിന്റെ നേതാവ് K. സുധാകരൻ എന്താ ചെയ്തത്? RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന സുധാകരൻ RSSുമായി ബായി ബന്ധമാണ്. ഇന്നലെ RSSന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് വേണ്ടി പ്രസ്താവന പുറപ്പെടുവിച്ചത് VD സതീശനാണ്. VD സതീശൻ ഇപ്പൊ എന്തൊക്കെയാ ചുമതല? കേരളത്തിലെ BJP പ്രസിഡന്റിന്റെ അധിക ചുമതല കൂടി നിർവഹിക്കുന്ന രൂപത്തിലേക്ക് RSSന്റെ ഏജന്റായിട്ട് VD സതീശൻ പ്രവർത്തിക്കുന്നു. അന്തസ്സുള്ള KSUക്കാരുണ്ടെങ്കിൽ, ആത്മാഭിമാനബോധമുള്ള യൂത്ത് കോൺഗ്രസുകാരുണ്ടെങ്കിൽ, അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് എന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ. आप देख रहे हैं न्यूज UNI। क्या? ठीक है, हम लोग अभी आ रहे हैं। राजनीति के राज जनता तक पहुंचाना आसान नहीं है। खबरें के बाजार में बिना तमाशे के सच दिखाना आसान नहीं है, लेकिन अब सब कुछ होगा आसान। हम हैं न्यूज UNI। न्यूज UNI हम जियो TV, ई बाबा, हरे कृष्णा 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 हरे 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 राम रॉक TV, और प्ले ऑन TV पर उपलब्ध हैं। हरे कृष्णा 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 हरे 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 राम अधिक अपडेट के लिए YouTube और Facebook पर फॉलो करें। साल में एक आपका मनपसंद चैनल न्यूज UNI अब आ रहा है जियो TV पर भी। चैनल नंबर 3003 उसके साथ अब हम उपलब्ध हैं OTT प्लेटफॉर्म्स पर जैसे रॉक TV, जिंगर TV, प्ले ऑन TV, ईवावा, D2H लाइव TV, वर्ल्ड TV, नेक्सा GTV HD, TV HD1, Googly TV, स्टार ऑन TV, FTV, सॉलिड TV बॉक्स, क्रिक स्टार
स्टार, रोज न्यूज, चाणक्य वर्ल्ड टीवी। इसके अलावा हम आपके साथ जुड़े रहेंगे सोशल मीडिया पेजेस पर, जो है हमारे फेसबुक UNI न्यूज हिंदी, UNI न्यूज बांग्ला, उसके साथ लिंक्डइन और इंस्टाग्राम पर भी। यही नहीं, इसके अलावा हम आपके साथ जुड़े रहेंगे यूट्यूब के माध्यम से भी।